സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പെരുന്നാളും വീക്കെൻഡൊക്കെ ഒന്നിച്ച് വന്നതുകൊണ്ട് 4 ദിവസത്തെ ലീവാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. പലരും മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയി ഒന്ന് എൻജോയ് ചെയ്യാം എന്നാഗ്രഹിക്കുന്നുണ്ടാവും. കഴിഞ്ഞ കുറേ ആഴ്ചകൾ, മാസങ്ങളായി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള, പ്രത്യേകിച്ചിട്ടും വീക്കെൻഡുകളിൽ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള റോഡുകളൊക്കെ എപ്പോഴും വൈകുന്നേരമായ ബ്ലോക്കാണ്. ഞാനും കിടന്നിട്ടുണ്ട് ഏകദേശം 1 മണിക്കൂർ ഒരു ദിവസം. അതിൻ്റെ പ്രധാന കാരണം മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ പുതിയ നവീകരണങ്ങൾ നടന്നത് ശരിക്കും മുഴപ്പിലങ്ങാട്, നമ്മൾ പണ്ട് പോകുന്ന മുഴപ്പിലങ്ങാടിലല്ല, മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ അങ്ങേയറ്റത്തുള്ള എടക്കാട് ബീച്ചിലാണ് ഈ നവീകരണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നവീകരണങ്ങളെന്ന് വെച്ചാൽ വലിയ നടപ്പാത, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാമഗ്രികൾ, പിന്നെ ശുചിമുറികൾ, ഇതൊക്കെയാണ് പുതിയ നവീകരണ പരിപാടിയിൽ ചെയ്തിട്ടുള്ളത്. അവിടെ എങ്ങനെ എത്താം, ഈസിയായിട്ട് എങ്ങനെ എത്താം, നല്ലൊരു റോഡുണ്ട് അവിടെ എത്താനുള്ളത്. ആ റോഡിൽ കൂടി എവിടെ നിന്ന് പോകണം, എങ്ങനെ പോകണം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. താങ്ക് യു. ദേശീയപാത 66 എടക്കാട് അണ്ടർപാസാണ് ഞാനിവിടെ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ അണ്ടർപാസിൽ നിന്നും ഏകദേശം 50 മീറ്റർ മുന്നിലായിട്ടാണ് ബീച്ചിലേക്കുള്ള റോഡ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അണ്ടർപാസം കഴിഞ്ഞ് 50 മീറ്റർ മുന്നോട്ട് പോയാൽ ഇടത്തോട്ടെടുത്ത് ബീച്ചിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും വരുന്നവർക്ക് നടാൽ തലശ്ശേരി റോഡ് വഴി വന്ന് എടക്കാട് ഗേറ്റിന് തൊട്ട് മുന്നിലുള്ള കട്ട് റോഡ് വഴി വന്നാൽ വളരെ എളുപ്പത്തിൽ എടക്കാട് ബീച്ചിൽ എത്തിച്ചേരാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്നാണ് മുഴപ്പിലങ്ങാട് ബീച്ച് അറിയപ്പെടുന്നത്. ബീച്ചിൻ്റെ നവീകരണത്തിൻ്റെ 1ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്ററാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ നീളം. അതിൽ 1 കിലോമീറ്ററിലധികം നീളത്തിലുള്ള നടപ്പാത, സഞ്ചാരികൾക്ക് ഇരിപ്പിടം, കുട്ടികൾക്കുള്ള കളിയിടം, ശുചിമുറികൾ എന്നിവയാണ് ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിലെ രാത്രി കാഴ്ചകൾ കുറച്ച് കാണാം. ബീച്ചിൽ പോയാൽ ഇവിടുന്ന് ചായ കുടിക്കാൻ മറക്കരുത്. മിതമായ നിരക്കിൽ നല്ല ചായയും പലഹാരങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പഴംപൊരി അടിപൊളിയാണ്.